ഇപ്പം ഞാനീ പോകുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാനാണ്. അതിൽ ഫസ്റ്റാണ് ഈ ഫോട്ടോ. ഇതെൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കല്യാണ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു എനിക്കിതൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന്. പക്ഷേ ആ വിചാരിക്കുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. സോ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ദെൻ ഞാൻ നേരെ പോയത് ഡെൻറ്റിസ്റ്റിനെ കാണാനാണ്. പല്ലൊന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ പോകാൻ എനിക്ക് ആകെ ഇനി 3 days ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഇന്ന് വരാൻ. സോ അതും കൂടി ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. ബട്ട് കുറേ ടൈം എടുത്തു അവിടെ തന്നെ. ആൻഡ് എക്യുപ്മെൻറ്റ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഓപ്പറേഷനൊക്കെ നടത്താൻ പോകുന്നു. അങ്ങനെ അമ്മാതിരി എക്യുപ്മെൻറ്റ്സൊക്കെ. ഫൈനലി അതെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോഴത്തേനും ടൈം 12:30 കഴിഞ്ഞു. ഇനി എനിക്ക് നേരെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകണം, അമ്മമ്മയെ കാണാൻ പോകണം. നോർമലി ഞാൻ പോയി കഴിഞ്ഞ് 2-3 ദിവസം നിൽക്കുന്നതാണ്. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ നിൽക്കാനുള്ള ടൈമൊന്നുമില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എൻ്റെ ബസ് യാത്ര ആയിരിക്കുന്നത്. അതായത് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കിനിപ്പോൾ നെക്സ്റ്റ് ലീവിന് വരുമ്പോഴേ ബസ്സിൽ പോകാൻ പറ്റുള്ളൂ. അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് പോകുന്നത് എനിക്ക് കൊണ്ടുപോകാനൊരു സാധനം വാങ്ങണം. എനിക്കല്ല, അവിടെ ഒരു ആൾക്ക് വാങ്ങാനുള്ളതാണ് ഒരു കുഞ്ഞ് അമ്മിക്കല്ല്. ഈ അമ്മിക്കല്ലും തേടി ഞാൻ നടക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഫൈനലി നമുക്ക് അമ്മിക്കല്ല് കിട്ടി. ഇതെനിക്കിനി ഫ്ലൈറ്റിൽ ഏറ്റിയിട്ട് വേണം കൊണ്ടുപോകാൻ. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. അങ്ങനെ അതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ അങ്ങാടിയിൽ നിന്ന് പോവാണ്. അങ്ങാടിയല്ല, വേറെ എന്തോ സ്ഥലം പറഞ്ഞു, എനിക്കറിയില്ല. പിന്നെ അവിടെ ഞാൻ കുറേ നൊസ്റ്റാൾജിക് സംഭവങ്ങളൊക്കെ കണ്ടു. അതിനിടയിൽ മഴ പെയ്തു. എല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ അമ്മയുടെ വീടെത്തി. അവിടെ പോകുമ്പോഴത്തേനും ആളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആളുടെ അടുത്ത് കുറേ സംസാരിച്ചിരുന്നു. ആൾ കുറേ കഥ പറഞ്ഞിരുന്നു. പിന്നെ അതൊക്കെ കേട്ടിരുന്നു. അപ്പോഴത്തേനും എൻ്റെ മേമയുടെ രണ്ടാമത്തെ മോൻ വന്നു. ഇവരാരും ഫേസ് കാണിക്കില്ല. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റിലെ ഇവർക്ക് സ്കൂൾ കഴിഞ്ഞ് വന്നാണ്. ദെൻ നമ്മൾ നേരെ പോയത് ലുലു മോളിലേക്കാണ്. എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പോയി. ദെൻ എൻ്റെ കസിൻ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. സോ അവൾ വരുമ്പോൾ ഒരുമിച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രാത്രിയാണ് പോയത്. ഞാൻ ഏറ്റവും കൂടുതൽ എടുത്ത അച്ചാറാണ്. എനിക്കും വേണമായിരുന്നു, പിന്നെ വേറൊരു പേഴ്സണും വേണമായിരുന്നു. അപ്പോൾ നമുക്ക് 2 പേർക്കുള്ള സാധനങ്ങളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് കുറേ കറങ്ങി നടന്നു. പക്ഷേ അധികം ഒന്നും വാങ്ങിയില്ല. ഓൺലി എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെ വാങ്ങിയുള്ളൂ. പിന്നെ ഞാൻ കുറേ സംഭവങ്ങൾ, ഉപ്പിലിട്ട കുറേ സംഭവങ്ങൾ കണ്ടു. ഉപ്പിലിട്ട ഇതൊക്കെ ഉണ്ടല്ലോ, നെല്ലിക്ക, ദെൻ മുളക്, ഇതൊക്കെ എനിക്ക് വാങ്ങണമെന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ടുപോകാനുള്ള സ്പേസ് എൻ്റെ ലഗേജിൽ ഉണ്ടാവില്ല. സോ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി. പിന്നെ എനിക്ക് കഴിക്കണം തോന്നിയൊക്കെ ഞാൻ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോകും. ഇനി ബസ്സിലാണ് നമ്മൾ വീട്ടിൽ പോകാൻ നിൽക്കുന്നത്. എനിക്കെല്ലാം കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അധികം ഒന്നും കഴിച്ചില്ല. നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ആൻഡ് നമ്മൾ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ നമ്മൾ വീടെത്തിയപ്പോഴേക്കും എല്ലാവരും ഉറങ്ങിയില്ല, ഭക്ഷണം കഴിച്ച്. ബിക്കോസ് നമ്മൾ വരുമ്പോൾ നല്ലോണം ലേറ്റായി. പിന്നെ ഞാനും എൻ്റെ കസിനും ഈ കാണിച്ചു കൂട്ടിന് നമ്മളൊരു റീല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷെ നടന്നില്ല. അതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങി. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ നല്ല മഴയുണ്ട്.
എങ്ങനെ ഓട്ടോയിലൊന്നും പോകാൻ പറ്റില്ല, ബസ്സിൽ തന്നെ പോകണം. അങ്ങനെ അമ്മൂമ്മ അടുത്ത് ബായൊക്കെ പറഞ്ഞ് ഞാൻ പോയി ഇറങ്ങി. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ വീടെത്തിയതും എൻ്റെ ഒരു പാർസൽ വന്നു. ഞാൻ കുറച്ച് ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് നല്ല ഒരു 2 എണ്ണം. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചില സമയത്ത് നല്ലോണം ബോറടിക്കും, ഫോണിലൊക്കെ കളിച്ച് ബോറടിക്കും, അപ്പോൾ വായിക്കാൻ.